الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന വലിയ പെരുന്നാൾ സമാഗതമായിരിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സത്യവിശ്വാസികൾ ഹറമിലേക്ക്, മക്കയിലേക്ക് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിൽ നിന്ന്, കൂട്ടത്തിൽ നിന്നൊക്കെ ആ വിശുദ്ധ കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാർക്കും നല്ല ആരോഗ്യവും നല്ല മനക്കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടെ എല്ലാ കർമ്മങ്ങളും ചെയ്ത് സന്തോഷത്തോടുകൂടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവരുടെയൊക്കെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മിൽ സാമ്പത്തിക ശേഷിയുള്ള, സൗകര്യമുള്ള ആളുകളൊക്കെ ഈ സന്ദർഭത്തിൽ ഒരു നിയ്യത്ത് വെക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ഉംറയ്ക്ക് പോകും, ഹജ്ജിന് പോകും എന്ന രൂപത്തിലുള്ള നിയ്യത്തുകൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ ഹജ്ജ് കർമ്മം കൂടെ അവൻ ചെയ്തിരിക്കണം. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ജനങ്ങൾ നിർബന്ധമായും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യണം. ഏത് ജനങ്ങൾ? മൻ ഇസ്തതാഅ ഇലൈഹി സബീല, സാധ്യമാകുന്നവൻ, സാമ്പത്തിക ശേഷിയുള്ളവൻ. ഹജ്ജിന് പോകാനും വരാനും സാമ്പത്തികമായ ശേഷിയും ശാരീരികമായ ക്ഷമതയും പോക്കുവരവിനുള്ള സൗകര്യവുമുള്ള ഏതൊരു വിശ്വാസിയും, ഏതൊരു മുസ്ലിമും ഹജ്ജ് ചെയ്തിരിക്കണം എന്നതാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരമൊരു സാഹചര്യം ഒരു മുസ്ലിമിന് വന്നു കിട്ടിയിട്ടും അവൻ ഹജ്ജ് കർമ്മം ചെയ്തിട്ടില്ല എങ്കിൽ അവൻ കുറ്റക്കാരനാണ്, അവൻ ഇസ്ലാം പൂർത്തീകരിച്ചവനല്ല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. നമ്മിൽ പലരും പലപ്പോഴൊക്കെ ഒന്ന് പ്രായമാകാൻ വേണ്ടി ഹജ്ജിന് കാത്തിരിക്കും. കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞ് ഹജ്ജ് ചെയ്താൽ മതി എന്ന ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ അങ്ങനെയല്ല. ഏതൊരു സന്ദർഭത്തിലാണോ നമുക്ക് ആരോഗ്യക്ഷമത ഉണ്ടാകുന്നത്, ഏതൊരു സന്ദർഭത്തിലാണോ നമുക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടാകുന്നത്, ഏതൊരു സന്ദർഭത്തിലാണോ നമുക്ക്
പോകാനും വരാനുമുള്ള സൗകര്യം ലഭിക്കുന്നത് ആ സന്ദർഭത്തിൽ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. സൗദി അറേബ്യയിൽ ചെന്ന് അവിടെ ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടും ഹജ്ജ് കർമ്മം ചെയ്യാതെ തിരിച്ചു വരുന്ന നിഷ്കളങ്കരായ കുറച്ച് ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവര് വയസ്സാകാൻ വേണ്ടി കാത്തിക്കണം. അങ്ങനെ വയസ്സാവുക എന്നുള്ള, വാർദ്ധക്യത്തിലേക്ക് അടുക്കുക എന്നുള്ള കണ്ടീഷനൊന്നും ഹജ്ജിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആർക്കാണോ സാധിക്കുന്നത് ആ സന്ദർഭത്തിൽ അവൻ നിർബന്ധമായി. അതിൽ ഫിഖ്ഹ് പറയുന്നത് ആ സന്ദർഭത്തിൽ ഒരാൾ ഈ 3 തടസ്സങ്ങളും നീങ്ങിയിട്ട് ആ സന്ദർഭത്തിൽ ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാതിരുന്നാൽ, അതോടൊപ്പം അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ തെറ്റുകാരനാണ്. ഇതുപോലെ നിസ്കാരത്തിന്റെ സമയം നമ്മിലേക്ക് പ്രവേശിച്ചു, ളുഹറിന്റെ സമയം പ്രവേശിച്ചു, എന്നിട്ട് നിസ്കരിക്കാതിരുന്നു. നമ്മൾ 1 മണിക്കൂറോ അരമണിക്കൂറോ നിസ്കരിക്കാനുള്ള സമയം കിട്ടി, എന്നിട്ട് നമ്മൾ നിസ്കരിക്കാതിരുന്നു. മരണം സംഭവിച്ചാൽ അത് നമ്മൾ മറുപടി പറയേണ്ട ഒരു സന്ദർഭമാണ്. എന്നതുപോലെ തന്നെ നോമ്പും അതുപോലെ തന്നെയാണ് ഹജ്ജും. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ്. ആ ഒരു നിർബന്ധത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ് ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളും ഹജ്ജ് സന്ദർഭത്തിൽ മക്കയിലേക്ക് കഅബ ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുന്നത്. അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഹജ്ജ് കർമ്മത്തില് കഴിഞ്ഞ ജുമാ ദിവസത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം ബലികർമ്മമാണ്. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ ആളുകളും അവിടെ വെച്ചുകൊണ്ട് ബലികർമ്മം ചെയ്യണം, ഉളുഹിയ്യത്ത് ചെയ്യണം. ഉളുഹിയ്യത്ത് എന്നുള്ളത് അത് കേവലം മുസ്ലിമീങ്ങളുടെ മാത്രം സംസ്കാരമോ മുസ്ലിമീങ്ങളുടെ മാത്രമോ വിശ്വാസമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മതവിശ്വാസികളായ എല്ലാ വിഭാഗം ആളുകൾക്കും ഈ ബലിദാനമുണ്ട്. മനുഷ്യബലിയെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോഴും അന്ധവിശ്വാസികളായ പല സമൂഹത്തിലും മനുഷ്യനെ ബലി നൽകുന്നുണ്ട് ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി. അങ്ങനെ മനുഷ്യബലികൾ ചെയ്യുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളും വിശ്വാസങ്ങളും പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ആധുനിക യുഗത്തിലും പല കോണുകളിൽ നിന്നും നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ബലി കഴിപ്പിക്കാൻ പാടില്ല, മൃഗത്തെയും ബലി കഴിപ്പിക്കാൻ പാടില്ല. മറ്റുള്ള മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഉള്ളതുപോലെ ഏതെങ്കിലും മൃഗത്തെ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയോ ആൾ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയോ അങ്ങനെയുള്ള ബലിദാനങ്ങൾ പറ്റില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം ബലി അർപ്പിക്കണം. അതും ഇസ്ലാമിൽ ഉലഹിയ്യത്ത് എന്ന ആ ഒരു ദിവസത്തിൽ മാത്രമാണ് ആ ബലിയുള്ളത്. വേറെ ഒരു സന്ദർഭത്തിലുമില്ല. നമുക്ക് തോന്നുമ്പോ ബലിദാനം ചെയ്യാൻ പറ്റും. ഉലഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ സമയമുണ്ട്. എത്ര കൃത്യമായിട്ടാണ് അത് വെച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഉലഹിയ്യത്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ അറവിന്റെ സമയം പ്രവേശിച്ചു. പിന്നീട് അയ്യാമത്തെ തശ്രീഖിന്റെ മഗ്രിബോട് കൂടി അറവ് അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞ് ഒരാൾ അർത്താൽ അത് ഉലഹിയ്യത്താവൂല, അത് മാംസദാനം മാത്രമായിട്ട് മാറും. അപ്പൊ അതിന് കൃത്യമായി ടൈം വെച്ചു, കൃത്യമായ കണ്ടീഷൻസ് വെച്ചു. എന്തുകൊണ്ട്? അത്രമേൽ പുണ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട്. മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്കറിയാം. ജീവിതം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രസന്റിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ കഴിഞ്ഞു പോയത് കഴിഞ്ഞ പാസ്റ്റാണ്, അത് കഴിഞ്ഞുപോയി. ആ ജീവിതം ഇനി നമുക്ക് മടങ്ങി വരില്ല. വരാനുള്ളതും ജീവിതമല്ല, അത് നമ്മുടെ സ്വപ്നങ്ങളാണ്. നേരെ മറിച്ച് നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നമ്മിലൂടെ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതം ധന്യമാക്കണം എന്നതാണ് ഇസ്ലാമിന്റെ ആശയം. വരാനുള്ളത് ജീവിതമല്ല, കഴിഞ്ഞു പോയത് ഇനി ഒരിക്കലും മടങ്ങി വരികയുമില്ല. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതത്തെ ധന്യമാക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരെ ബഹുമാനിച്ചും മറ്റുള്ളവരെ കരുതിയും മറ്റുള്ളവർക്ക് നൽകിയും അങ്ങനെ സംതൃപ്തമായ ഒരു ജീവിതം, ആ ജീവിതത്തിന്റെ നിമിഷങ്ങളാണ് ഓരോ വ്യക്തികളിലൂടെയും കടന്നു പോകേണ്ടത്. ഏറ്റവും സുന്ദരമായ നിമിഷം, സുന്ദരമായ ജീവിതം ഏതാണെന്ന് വെച്ചാൽ
അള്ളാഹുവോട് നടത്തുന്ന ആരാധനയാണ്. പ്രത്യേകിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ആരാധനകൾ. ഞാൻ സ്വന്തമായി നടത്തുന്ന ആരാധനകളേക്കാൾ പ്രതിഫലം കൂടുതലാണ് ജനങ്ങളും ഇൻവോൾവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആരാധനകൾ. അതാണ് ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പ്രതിഫലം 27 ഇരട്ടി ഉണ്ട് എന്ന് പറഞ്ഞത്. അഥവാ ജനങ്ങളും കൂട്ടമായി ചെയ്യുമ്പോൾ അതിന് ഇമ്പം കൂടുതലാണ്, പ്രതിഫലം കൂടുതലാണ്, അതിന് വല്ലാത്തൊരു റിസൾട്ട് സമൂഹത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മുഴുവൻ ജനങ്ങളും, ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളും ഒരേ സെന്ററിൽ, ഒരേ ദിവസം, ഒരേ ഭാഷയിൽ, ഒരേ മുദ്രാവാക്യത്തിൽ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞത്. അവിടെ ഭാഷയ്ക്ക് വ്യത്യാസമില്ല, കോലങ്ങൾക്ക് വ്യത്യാസമില്ല, അവിടെ പണക്കാരനില്ല, പാവപ്പെട്ടവനില്ല, അവന് താഴ്ന്ന ജാതിയില്ല, മേൽജാതിയില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. അവിടെ കുബേരനില്ല, ആരുമില്ല. എല്ലാവരും സമന്മാരായി ഒരേ വേഷത്തിൽ. സൗദിയിലെ രാജാവും അണിയണം ഒരേ വേഷം. ഇങ്ങ് നാട്ടിൻ പുറത്ത് താമസിക്കുന്ന വളരെ പാവപ്പെട്ടവനായ ഒരു വ്യക്തിയും അണിയണം ഒരേ വേഷം. സൗദി രാജാവായതുകൊണ്ട് അയാൾക്ക് പ്രത്യേകമായ പ്രൗഢിയുള്ള വസ്ത്രമല്ല, ഒരേ കീറത്തുണി മുഴുവൻ ആളുകളും. എന്നാൽ പൂർണ്ണമായ വസ്ത്രം ധരിക്കാൻ പാടില്ല. ആലോചിച്ചു നോക്കൂ, എത്ര സുന്ദരമായ ഏകതയാണത് പഠിപ്പിക്കുന്നത്, മാനവികതയാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഹജ്ജ്. അപ്പോ കൂട്ടമായിട്ട് ചെയ്യുന്ന ഈ ഒരു കർമ്മത്തിന് വളരെ വലിയ സ്ഥാനം, ശ്രേഷ്ഠത ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പെരുന്നാൾ, പെരുന്നാൾ വരുന്ന സന്ദർഭത്തിൽ ഹജ്ജിന് പോകാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ കർമ്മം നിർവഹിച്ച് ഭാഗ്യം ലഭിച്ചവരോ ഹജ്ജ് ചെയ്തവരായ ആളുകൾ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ അനിവാര്യമായും ഒരു മഹല്ല് സംവിധാനമുണ്ടെങ്കിൽ അവിടെ അനിവാര്യമായും ഉദ്ഹിയ്യത്ത്, ബലിദാനം നടത്തണമെന്ന് പറയുന്നത് ഇസ്ലാം നിഷ്കർഷിക്കുകയാണ്. അത് ഭക്ഷണത്തോടോ ഇറച്ചിയോടോ ഉള്ള താല്പര്യം കൊണ്ടല്ല, അത് അള്ളാഹുവോടുള്ള സമർപ്പണമാണ്. അതാണ് സൂറത്തു ആലി ഇമ്രാനിലെ, സൂറത്തു അൻആമിലെ 161 മുതൽ 162 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതൊരു സത്യവിശ്വാസിയുടെയും ഒരു പ്രതിജ്ഞയാണത്. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി, എന്റെ ബലിദാനങ്ങൾ, സകല കർമ്മങ്ങളും, വമഹ്യായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണെന്ന്. ആലോചിച്ച് നോക്കൂ ആ വാക്കിന്റെ ഒരു പവർ. എന്റെ നിസ്കാരം, എന്റെ എല്ലാ ബലിദാനങ്ങളും, എന്റെ ജീവിതം തന്നെ, എന്റെ മരണവും അല്ലാഹുവിനുള്ളതാണ്. ആ സമർപ്പണത്തിന്റെ ഉദാത്തമായ ഒരു മാതൃക അവിടെ വരച്ചു കാണിക്കുകയാണ്. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത്തി ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. തൊട്ടുമുള്ള ആയത്ത്. ഹിദായത്ത് അല്ലാഹു തആല എനിക്ക് നൽകി, യഥാർത്ഥമായ പാതയിലൂടെ അല്ലാഹു തആല എന്നെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ എന്നെ അല്ലാഹു തആല സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനല്ല എന്ന മുദ്രാവാക്യമാണ്. ഇതെല്ലാം സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു ആരാധന കർമ്മമാണ് ഉളുഹിയ്യത്ത്. ഹിദായത്തുമായി ഇതിന് ബന്ധമുണ്ട്. സിറാത്തുൽ മുസ്തഖീം ഒറിജിനൽ വഴിയാണ്, നേരായ ദീനാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രം നടത്തുന്ന ബലിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുകയാണ്, അള്ളാഹുവിന്റെ ധാരാളം പ്രതിഫലം ലഭിക്കുകയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പരസ്യപ്പെടുത്തലാണ്. നമുക്ക് അള്ളാഹു തആല നൽകിയ നിഅമത്ത്, പണം, സമ്പത്ത്, സുഖം, സൗകര്യമൊക്കെ പരസ്യപ്പെടുത്തുക, മാംസം വിതരണം ചെയ്യുക, ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുക. അതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കലാണ്. അതോടൊപ്പം ത്യാഗ മനസ്ഥിതി പ്രകടിപ്പിക്കലാണ്, പിശുക്കിൽ നിന്നുള്ള മോചനമാണ്. എല്ലാം സമ്മേളിച്ച അതിമഹത്തായ കർമ്മം ഉളുഹിയ്യത്തിന്റെ കർമ്മം. അല്ലാഹു തആല സൗഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പോ
ഇൻഷാ അല്ലാഹ് കുറച്ച് പേർ കൂടെ നമ്മള് ബഹുമാനപ്പെട്ട കമ്മിറ്റി വാങ്ങി വെച്ച ബലിമൃഗത്തിന് കുറച്ച് ആളുകൾ കൂടെ അതിൽ ഷെയർ ചെയ്യാൻ മുന്നോട്ട് വരണം. എന്നിട്ട് ആ ഉലഹിയത്തിന്റെ ആ കർമ്മം ഇൻഷാ അല്ലാഹ് നമുക്ക് അത്രയും ഭംഗിയാക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ഒരു പുണ്യമായ കർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകണം. അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഓരോ നിമിഷങ്ങളാണ് ജീവിതം നമ്മൾ മനസ്സിലാക്കണം. ആ ജീവിതത്തിൽ ഏറ്റവും ധന്യമാകാൻ ഇങ്ങനെയുള്ള ധന്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ജീവിതത്തെ സജീവമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തെ നാം സജീവമാക്കുമ്പോൾ പിന്നീട് ഓർക്കാൻ നമുക്ക് ബാക്കിയുണ്ടാകും. അതോടൊപ്പം തന്നെ പാരത്രികമായ ലോകത്ത് അത് നമുക്ക് അങ്ങനെ ബാക്കിയാവുകയും ചെയ്യും. നമ്മുടെ പണം, നമ്മുടെ സുഖവും സൗകര്യവും ഒക്കെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നമുക്ക് നഷ്ടമാണ്, കഴിഞ്ഞു. അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാനില്ല. പക്ഷെ ആത്മീയമായ തലത്തിലേക്ക് നാം അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് നാം ഉപയോഗപ്പെടുത്തുമ്പോൾ അത് കഴിഞ്ഞതും ധന്യമാണ്, നമ്മുടെ ഈ നിമിഷവും ധന്യമാണ്, വരാനുള്ളതും ധന്യമാണ്. ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു മൃഗത്തെ ബലിദാനം ചെയ്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എല്ലാം വിതരണം ചെയ്ത റസൂലേ, തോല് മാത്രം ബാക്കിയായി എന്ന്. ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ആയിഷ അങ്ങനെയല്ല, മൃഗത്തിന്റെ വിതരണം ചെയ്യപ്പെട്ടത് മുഴുവനും ബാക്കിയായി, തോലല്ല ബാക്കിയായത് നീ വിതരണം ചെയ്ത മാംസങ്ങളാണ്, അതാണ് ബാക്കിയായത്. എന്ന് വെച്ചാൽ നമ്മള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അവിടെ ബാക്കിയാവും. നമുക്ക് അത്രമേൽ പുണ്യമുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും മഹാന്മാരായ പൂർവീകരായ ആളുകളുടെ ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഹദീസിൽ കാണാൻ സാധിക്കും, മൻ കാന ലഹു സഅതൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ആർക്കെങ്കിലും ഒരു അവസരം കിട്ടിയിട്ട് അവൻ ഉളഹിയത്ത് നൽകിയിട്ടില്ല എങ്കിൽ അവൻ എന്റെ പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതോടൊപ്പം തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയില്ലേ, ആ 10 വർഷവും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചു 10 സിനീൻ, 10 വർഷവും മദീനയിൽ താമസിച്ചു. ദുരിതത്തിന്റെ കാലം കഴിഞ്ഞു. മദീനയിലാകുമ്പോൾ ഇസ്ലാമികമായ ഭരണത്തിന്റെ ഒരു അവസ്ഥയാണ്. ആ സൗഖ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നു ഭവിച്ചപ്പോൾ യുളഹിയ, ഈ 10 വർഷവും പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 വർഷവും തുടരെയായി ഉളഹിയത്ത് ചെയ്തിരുന്നുവെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല ഒരിക്കൽ സഅൽതു ഇബ്നു ഉമർ അനിൽ ലഹായ, ഉളഹിയത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഔ വാജിബത്തുൻ ഹിയ, അത് വാജിബാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് പറയാണ് ഇബ്നു ഉമർ, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാജിബാണോ സുന്നത്താണോ എന്ന നിയമമല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷം ഉളഹിയത്ത് നിർവഹിച്ചിരുന്നു. വൽ മുസ്ലിമൂന മിൻ ബഅദിഹി, ശേഷമുള്ള മുഴുവൻ മുസ്ലിം സമുദായവും അത് നിർവഹിച്ചിരുന്നു. വജറത് ബിഹി, അതാണ് ഇസ്ലാമിക സംസ്കാരം, അതാണ് ഇസ്ലാമികമായ പാരമ്പര്യം എന്ന് സഹാബിയായ ഇബ്നു ഉമർ പറയാണ്. പലപ്പോഴും ഉളഹിയത്തിനെയും ബലിമൃഗത്തെയും ഒക്കെ പരിഹസിക്കുകയും അത് ചെയ്യാൻ പാടില്ല എന്ന തിട്ടൂരമറക്കുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിലെ പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ഇതൊക്കെ അവസരമാക്കി ഇതിനെ അവഹേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ജീവിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അതുമായി നാം സഹകരിക്കണം, അതുമായി നാം
അതിന് നാം പിന്തുണക്കണം. ഏതെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുന്നൊരവസ്ഥ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിൽ കൂട്ടിച്ചേരാനും പങ്കാളികളാകാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു പോയിന്റും കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹർനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഹുദൈബിയ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾ മൃഗത്തെ അറുത്തു. അൽ ബദ്നത, ഒരു ഒട്ടകത്തെ, അൻ സബഅത്തിൻ, 7 പേർ ചേർന്ന്, വൽ ബഖറത, അതേപോലെ ഒരു പശുവിനെയും അറുത്തു, അൻ സബഅത്തിൻ, 7 പേർ ചേർന്ന്. അതിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഐക്യം, ഒരു സഹകരണം. ആലോചിച്ച് നോക്കൂ, 47 ആളുകൾ അല്ലെങ്കിൽ 35 ആളുകൾ ഈ മഹല്ല് സംവിധാനത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. അവര് സംഘടിതമായിട്ട് വലിയ തർക്കുകയാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല. എന്നിട്ട് ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് വിതരണം ചെയ്യാം. ഇത്രമേൽ സുന്ദരമായ ഒരവസ്ഥയാണ്. അല്ലാഹു തആല അത് നിലനിർത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 9500 രൂപയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ സെക്രട്ടറിയുമായും കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കുചേരാൻ നാം ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ ഖുർആൻ ക്ലാസ് ഉണ്ടായിരിക്കും. ആരിഫിന് ശേഷം